കുട്ടികൾ വഴിതെറ്റുന്നു, വലിയ വലിയ അക്രമങ്ങൾ, വലിയ വലിയ നാശങ്ങൾ ഒക്കെ സംഭവിക്കുന്നു. 5 പേരെ കൊല്ലുന്നു, 8 പേരെ കൊല്ലുന്നു. ഇങ്ങനത്തെ വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. കുട്ടികൾ വഴിതെറ്റുന്നത് സിനിമ കാരണം മാത്രമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. സിനിമ മാത്രമല്ല, മൊത്തത്തിലുള്ള മീഡിയ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതായത് ഇൻഫർമേഷൻ ഏജ്. ഇപ്പോൾ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് ഉള്ള ഒരു സീക്രട്ട് പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 20 കൊല്ലം മുമ്പ് ബിരിയാണി ഉണ്ടാക്കുന്ന കാലങ്ങളായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കറിയാം. കുറേ മുസ്ലിം സഹോദരങ്ങൾ ബിരിയാണി ഉണ്ടാക്കാറുണ്ടായിരുന്നു. പിന്നെ കുറേ ഹിന്ദുക്കളും പോയിട്ട് ഈ ഓരോ കടയിലൊക്കെ നിന്ന് അങ്ങനെ പഠിച്ച് അങ്ങനെ വരികയാണ്. പക്ഷെ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബിരിയാണി കഴിച്ചിട്ടില്ലാത്തവൻ വരെ ബിരിയാണി അവനുണ്ടാക്കാൻ പറ്റും. കാരണം അതിനകത്ത് യൂട്യൂബ് വീഡിയോയിൽ കറക്റ്റായിട്ടാണ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സീക്രട്ട് ഓപ്പൺ ആക്കി വിട്ടു. ഇതേപോലെയാണ് പല കാര്യങ്ങളും. ബോംബ് എങ്ങനെ ഉണ്ടാക്കുക, ഒരു തോക്ക് എങ്ങനെ ഉണ്ടാക്കും, പൈപ്പ് കൊണ്ട് എങ്ങനെ തോക്കുണ്ടാക്കും, മറ്റേത് മറിച്ചത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് മറ്റേ ഡൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ ബോഡി എവിടെയൊക്കെ കട്ട് ചെയ്താൽ അത് കട്ടാവും, എവിടെയൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രഷർ പോയിന്റ്സ്, മരണം സംഭവിക്കാൻ എന്തൊക്കെ ചെയ്താൽ സംഭവിക്കും, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ഇൻ്റർനെറ്റ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. ഇൻ്റർനെറ്റിൽ നല്ല കാര്യങ്ങളുണ്ട്, ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് പണ്ട് പോലെയുള്ള ഒരു സോക്കേടാണല്ലോ നമ്മുടെ മനുഷ്യൻ്റെ ഒരു സോക്കേടെന്ന് പറഞ്ഞാൽ, ഏതാണോ വേണ്ടാത്തത് അതായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് എങ്ങനെ സംഭവിച്ചു, അത് എന്നും പറഞ്ഞ് നോക്കിയിരിക്കും. സിനിമകളിൽ ഇപ്പോൾ മാർക്കോ സിനിമയാണ് കൂടുതലായിട്ട് പറയുന്നത്. മാർക്കോ സിനിമയിൽ മാത്രമാണോ വയലൻസ് കാണിക്കുന്നത്? അതോ പൂഞ്ചിരയോ, ഇല വീഴാ പൂഞ്ചിര എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്, ഭയങ്കര ക്വയറ്റായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് സീൻ തന്നെ ഒരു കാലാണ് കാണിക്കുന്നത്, ഒരു കാല് മാത്രം കിടക്കുന്നുണ്ട്. അതിനകത്ത് ഹീറോ ആണ് ഈ കട്ടിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. ചെയ്തത് ആരെയാണ്? ഭാര്യയാണ്. ഭാര്യ ആത്മഹത്യ ചെയ്തു. അതിനുള്ള ഒരു ഹീറോയിസം കാണിക്കുകയാണ്. ആ ഭാര്യയുടെ ബോഡി വെട്ടി തുണ്ടം തുണ്ടമാക്കി, ബീഫ് പോലെ അതിൻ്റെ ഈ മാംസമുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്ത് അത് ഇവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന ഈ രഹസ്യ കാമുകനെ കൊണ്ട് തീറ്റിക്കുകയാണ്. ഞാൻ സ്പോയിലറാക്കി സിനിമ. അതാണ് ക്ലൈമാക്സിൽ. യൂട്യൂബിലുണ്ട്. വളരെ നല്ല പടമാണ്. എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ പടം എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്യുന്ന പരിപാടിയല്ല. എനിക്ക് അതിൻ്റെ ആ ഫ്ലോ, അതിങ്ങനെ പയ്യെ പോയി ഒരു 2 പോലീസുകാർ 3 പോലീസുകാരെ കാണിക്കുന്നു, ഒരു 5 പോലീസുകാർ ഇടയ്ക്ക് വരുന്നു പോകുന്നു, ഒരു മലയുടെ മുകളിലുള്ള ഒരു വയർലെസ് പോലീസ് സ്റ്റേഷൻ, അതിൽ സെക്യൂരിറ്റി പോലെ ഈ പോലീസുകാരുടെ ജോലി. ഈ പടം ഇത്രയും സ്ലോ ആയിട്ട് തന്നെ ഇതിനകത്ത് വയലൻസ് ഉണ്ട്. മാർക്കോ എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യലായിട്ട് എടുക്കപ്പെട്ട ഒരു പടമാണ്. ഇപ്പോൾ KGF ആയാലും മാർക്കോ ആയാലും ഇങ്ങനത്തെ പടങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അടി ഇടി വെടി, ഇതാണ് ഒരു ലൈൻ. അപ്പം അതിനകത്ത് പോയിട്ട് അത് കാരണമാണ് കുട്ടികൾ വഴിതെറ്റുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കുട്ടികൾ ഈ ഭയങ്കര മാസ് സിനിമ കണ്ടിട്ടൊന്നും വഴിതെറ്റില്ല. കാരണം ഈ വഴിതെറ്റുന്നവൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ഊളത്തരം കാണിക്കുന്നവൻ, ഈ വെഞ്ഞാറമൂട് ഈ പയ്യൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ പോയി അടിക്കുന്നു, ഇവിടെ പോയി അടിക്കുന്നു. ജോസഫ് സിനിമയിൽ ഇതേപോലെ രംഗമുണ്ട്. അകത്ത് പോകുന്നു, അവരുമായിട്ട് വർത്തമാനം പറയുന്നു, 2 പ്രായമുള്ള ആൾക്കാർ, അവരുടെ ബന്ധുവാണ്, അവരെ തലക്കടിച്ച് കൊല്ലുന്നു. എന്ന് അങ്ങനെ ഫുള്ളായിട്ട് കാണിച്ചില്ലേലും തലക്കടിച്ച് കൊല്ലുന്നു, ചുറ്റിക കൊണ്ട് അടിക്കുന്നു എന്നുള്ളത്, ഈ ചുറ്റിക എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചത് ഇപ്പോൾ മാർക്കോ അല്ല, ജോസഫാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലെ ഈ മാസ് മസാല സിനിമകൾ കണ്ടിട്ട് അത് ഒരു എൻജോയ്മെൻറ്റോടെ കൂടെ കാണുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് ഉള്ള ഈ വയലൻസ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും എന്നൊന്നും ആൾക്കാർ പോയി കാണുന്നില്ല. അഖിൽ മാരാർ ഒന്ന് കുറേ തള്ളിയിട്ട് പോയി. പുള്ളി പറഞ്ഞാൽ 1-2 കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ടത്തെ പിള്ളേർക്ക് കുറച്ച് ഭയം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുച്ഛം, എല്ലാത്തോടും പുച്ഛമാണ്. എനിക്കും പറ്റുവാടാ ഇതൊക്കെ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് വളർന്നുപോയി. അത് പറ്റില്ല, എല്ലാവർക്കും എല്ലാം പറ്റില്ല എന്നുള്ളത് ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഉള്ള ജനറേഷൻ റിയലൈസ് ചെയ്യുമായിരിക്കും. ഈ ജനറേഷൻ്റെ ശാപം എന്ന് പറയുന്നത് അതാണ്. എല്ലാ ജനറേഷനും ഓരോ ശാപമുണ്ട്, ഓരോ നന്മയുണ്ട്. ഈ ജനറേഷൻ്റെ നന്മ എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഏജാണ്. അതായത് എല്ലാ കാര്യവും, ലോകത്തിലുള്ള സകലമാന കാര്യങ്ങളും അറിയാനുള്ള ഒരു യന്ത്രം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് മൊബൈൽ ഫോണും
ലാപ്ടോപ്പും ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇന്റർനെറ്റ്. ഇത് കാരണം ആർക്കും ആരെയും വിലയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമാക്കാരൻ ഒരു സീരിയലിനകത്ത് ചെറുതായിട്ട് ലൈറ്റ് പിടിക്കുന്നവനെ വരെ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോ ഈ വീഡിയോ ഇടുന്നു, എനിക്ക് 2005 പൃഥ്വിരാജിനെ വലിയ ബഹുമാനമായിരുന്നു. പക്ഷെ അയാളുടെ ഇടപെടൽ കണ്ടപ്പോൾ എനിക്ക് ആ ബഹുമാനം കുറഞ്ഞു. അതുപോട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കഥാകൃത്ത്, എഴുത്തുകാര്, രഞ്ജിത്ത്, സിദ്ദീഖ്, ലാല്, ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നമുക്ക് ആ സമയത്ത് ഭയങ്കര ബഹുമാനമാണ്. ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ കോരിത്തരിക്കും. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ ബഹുമാനമല്ല, ഇപ്പൊ ഒരു തരം കാണിക്കലാണ്. ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാല് ഓടിച്ചെന്നിട്ട് ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഒക്കെ വരുമ്പോൾ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഉടനെ ഒരു ചാൻസ് തരും, ഉടനെ അവര് നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഉടനെ ഒരു വീഡിയോ എടുത്ത് നമുക്ക് യൂട്യൂബിലിടാം, അത് വൈറലായാൽ നമ്മൾ ക്ലിക്കാവും എന്നുള്ള ഒരു സംഭവമൊക്കെയാണ്. സിനിമ കാരണം മാത്രമാണ് പിള്ളേരിങ്ങനെ വഴിതെറ്റിയെന്ന് പറയുന്നത് തെറ്റാണ്. അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. രക്ഷകർത്താക്കൾക്ക് അപ്പനും അമ്മയ്ക്കൊന്നും ഇപ്പോൾ സമയമില്ല. ഐ എം വെരി ബിസി. അമ്മയും കൂടെ ജോലി ചെയ്താലേ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം മലയാളീസും. പിന്നെ ഇന്ത്യ മൊത്തം ഏകദേശം അതേപോലെയാണ്. മറ്റേ രാജസ്ഥാന്, ജാർഖണ്ഡിനെയൊക്കെ വിടാം. അവിടുത്തെ സ്ത്രീകളൊക്കെ ഇപ്പോഴും കുറച്ച് ബാക്ക്വേർഡാണ്. അവര് കുറേയൊക്കെ വീട്ടിനകത്താണ്, കുറേയൊക്കെ കുടുംബത്തെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല അവർ ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. എല്ലാം തോന്നലാണല്ലോ. നമ്മളിപ്പോ ഈ പൂഞ്ചിറ, ഈ പടം ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന പടത്തില് ഒരു ചെറിയൊരു സീൻ ഞാൻ പറയാം. രണ്ടുപേര് ഇരുന്നിട്ട് ആ മലയുടെ ആ കുന്നിന് മേളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡിങ്കോൾഫി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പോലീസുകാരൻ ഇങ്ങനെ, നമ്മുടെ സുധി കോപ്പ, ഒരു ബൈനോക്കുലർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും സൗബീൻ വന്നിട്ട് ഇവരെ ഓടിക്കും. എണീറ്റ് പോടെ എന്ന് പറയും, ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പോൾ ഉടനെ ആ പെണ്ണ് ചോദിക്കും, എന്താ പറ്റാത്തത്, എന്താ പ്രശ്നം, എന്താ എന്താ പ്രശ്നം, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? അതേപോലെ ഒരു യൂട്യൂബർ, ഒരു 5-6 പിള്ളേർ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗൈസ് എന്നൊക്കെ പറയും. ഇതിനെ ഇവര് കളിയാക്കാണ്. ഈ സിനിമ എടുത്ത ആൾക്കാർ ഇതിനെ ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഈ ഇങ്ങനത്തെ ആൾക്കാർ കാരണം ഇവർക്ക് ശല്യം ഉണ്ടാവുന്നുണ്ട് ഈ പോലീസുകാർക്കൊക്കെ ഉള്ള ഇത് കാണിക്കുകയാണ്. പക്ഷേ ആ ആൾക്കാർ അങ്ങനെ പറയാനുള്ള കാരണം ആരാന്ന് വെച്ചാൽ ഈ സിനിമാക്കാർ തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു സിനിമയിൽ ഒരു പെണ്ണുമായിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഒരു മലയുടെ ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പുള്ളിയുടെ എന്തോ ഫ്രണ്ടിന്റെ മോളെന്തോ ആണ്. വലിയ ഇതൊന്നുമില്ല, പുള്ളിക്ക് അങ്ങനത്തെ തെറ്റായിട്ടുള്ള ഫീലിംഗ് ഒന്നുമല്ല. ഒരു ആണിനും പെണ്ണിനും ഇരിക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു സംഭവം നമ്മൾ വരത്തൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതെല്ലാം കാടും മലയൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, ആനയല്ലേ അണ്ടിയല്ലേ എന്നൊക്കെ. അപ്പൊ ഈ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറയരുത് എന്നുള്ളത് നമ്മള് സിനിമയിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോ തെറ്റ് കാണിച്ചിട്ടും അത് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുപോലെയാണ് ഈ കൊലയും, ഈ തേങ്ങാക്കൊലയും മാങ്ങാക്കൊലയൊക്കെ അതുപോലെയാണ്. ഈ പയ്യൻ അടിച്ചു കൊന്നു 5 പേരെ, അല്ലെങ്കിൽ മറ്റേ പിള്ളേര് ഭയങ്കര റേജാണ്, പിള്ളേർക്ക് ഭയങ്കര എന്തെങ്കിലുമൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റേ ബൈക്ക് എടുത്ത് പായുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, കഞ്ചാവ് അടിക്കുന്നുണ്ട്, മറ്റേ അടിക്കുന്നുണ്ട്. ഈ കഞ്ചാവ് ഇതൊക്കെ എന്ന് പറഞ്ഞാല് സിനിമാക്കാർ മാത്രമൊന്നല്ല കാണിച്ചു കൊടുക്കുക. സിനിമാക്കാര് ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ ആരാണ്? സ്പിരിറ്റ് സിനിമയില് ലാലേട്ടൻ പറയും, ഇൻസ്റ്റഡ് യു കട്ട് ദ ഡിമാൻഡ്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ആളിനെ പിടിക്കൂ. അതെന്തുകൊണ്ട് നമ്മളെ സർക്കാർ പിടിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ധ്യാൻ ശ്രീനിവാസൻ വന്നിട്ട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടൂടെ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മുടെ ഇതിൽ നിയമവ്യവസ്ഥ ഇല്ല, അതിനുള്ള നിയമവ്യവസ്ഥ ഇല്ല. ഒരാൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവനെ പിടിക്കാം, ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ അവനെ പിടിക്കാം. പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവനെ പിടിച്ച് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് തെളിയിക്കാനുള്ള സംഭവമൊന്നും ഇല്ല. അപ്പൊ ഇതാണ് ഈ ഡ്രഗ്സിന്റെ ഈ മറ്റേ പ്രശ്നത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഡ്രഗ്സ് ഇത്രയും. ഇപ്പോൾ ഗോവ, ഗുഡ്ക, മറ്റേ പാൻപരാഗ്, ഹാൻസ് എന്നൊക്കെ പറയുന്ന സംഭവം കുറെ സ്ഥലങ്ങളിൽ, കുറെ സ്റ്റേറ്റ്സിൽ പിടിക്കും, കുറെ സ്ഥലങ്ങളിൽ ഇത് ഓപ്പൺ ആയിട്ട് വിൽക്കും. MDM മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ്, MDMA മറ്റേതല്ല, ഇത് MDM എന്ന് പറയുന്ന ഒരു പാക്കാണ്. മറ്റേ ഇങ്ങനെ ഈ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി. അപ്പൊ അത് ഈ പിള്ളേര് യൂസ് ചെയ്യാൻ കാരണം യൂസ് ചെയ്യുന്നവനെ പിടിക്കുന്നില്ല, വിൽക്കുന്നവനെ മാത്രമേ പിടിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? യൂസ് ചെയ്യുന്നവനെ പിടിച്ചൂടെ?
ഇപ്പോൾ പിള്ളേർ റോഡിൽ സ്പീഡായിട്ട് പോകുന്നുണ്ട്. ആക്സിഡന്റ് ആയിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് ചെയ്തവനെ അല്ലെങ്കിൽ ഇതിന് കാരണമായവനെ ഒരു കൈയും കാലോ ഒക്കെ ചെറുതായിട്ടൊക്കെ അടി പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിച്ച് അവൻ്റെ മേളിൽ കേസൊക്കെ ഇടും. അല്ലാതെ ഈ നോർമലായിട്ട് വണ്ടി ഓടിച്ച് നടക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? സ്പീഡായിട്ട് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കില്ല. കാരണം അതിനുള്ള നിയമവ്യവസ്ഥിതി ഇവിടെ ഇല്ല. അതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഈ മറ്റേ കൊലയും തേങ്ങാക്കൊലയും. ഈ മറ്റേ 5 പേരെ കൊന്നു പണ്ടും ഉണ്ടായിട്ടുണ്ട്. 2 പേരെ അടിച്ചു കൊന്നു, ഒരാളെ അടിച്ചു കൊന്നു. ഇതൊക്കെ പണ്ടും ഉള്ളതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഇംഗ്ലീഷിലെ ഒരു പ്രോവർബ് ഉണ്ട്. അത് പ്രോവർബ് എനിക്ക് മറന്നുപോയി. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അർത്ഥം എന്ന് വെച്ചാൽ ഒരു കല്ല് ഒരാൾ 50 പ്രാവശ്യം അടിച്ചിട്ടാണ് പൊട്ടുന്നത്. അതുകൊണ്ട് 50ാമത്തെ അടി ഈ കാരണമാണ് അത് പൊട്ടിയെന്നല്ല. ഇത്രയും പ്രാവശ്യം അടിച്ചുകൊണ്ട് ആ 1ാമത്തെ അടി മുതൽ അതിന്റെ പൊട്ടാനുള്ള ആ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ആ പ്രോവർബ്. അതുപോലെ അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അഖിൽ പറയുന്നത് ഏകദേശം അതുപോലെയാണ്. പണ്ടും ഉണ്ടായിരുന്നു, അതാണ് ഇതാണ്. പക്ഷെ പണ്ട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു ഭയം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പണ്ടും ഉണ്ടായിരുന്ന സിനിമയിൽ വയലൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്നൊരു സംഭവം ഇപ്പൊ ഇല്ലല്ലോ. എന്ത് വേണേ പറയാമല്ലോ. എന്തിനെ കുറിച്ചും ആരും പറയുമ്പോ അതൊരു ലിഷറായിട്ട്, അതൊരു ലക്ഷറി ആയിട്ട് എടുക്കുകയാണ് ആൾക്കാർ. അത് അതായത് മറ്റുള്ളവൻ ഒരു മണ്ടനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഖിലില് പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ബിഗ് ബോസിലാണോ അതോ അത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ അതിനൊക്കെ റിയാക്ട് ചെയ്യുന്നത്? അവരെയൊക്കെ നീ വളർത്തി വിടേണ്ട ഒരു കാര്യമില്ല, ഒരു ഇതുമില്ല. മറ്റേ സാബുമോ പറഞ്ഞിട്ടുണ്ട്. സാബുമോ പണ്ട് മറ്റേ പ്രാങ്ക് കളിച്ച് നടന്ന ഊളയാണ്. ഊള തന്നെ പറഞ്ഞു ഞാൻ. സാബുമോ പണ്ട് കാണിച്ചുകൊണ്ടിരുന്നത് തന്തല്ലാഴിയാണ്. അവൻ ഇപ്പൊ വന്നിട്ട് പറയുന്നത് ഈ സിനിമ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരു കാട്ടവരാതാണ്. അപ്പോ ഓരോ ആൾക്കാർക്ക് ഓരോ സാഹചര്യത്തിൽ ഓരോന്ന് പറയാൻ തോന്നും. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ പറയാൻ തോന്നും, ഓരോന്ന് ചെയ്യാൻ തോന്നും. അതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 5 പേരെ അടിച്ചു കൊന്നത് ഇപ്പോ മാർക്കോ സിനിമയിലാണോ ആദ്യമായിട്ട് ചുറ്റിയ കൊണ്ട് അടിക്കുന്ന കാണിച്ചു തന്നത്? അല്ലല്ലോ. ഈ ജോസഫ് എന്ന് പറയുന്ന പടത്തില് അടുത്ത വീട്ടിലുള്ള ബന്ധു, കൈ പുറകിൽ കെട്ടി നിൽക്കുന്ന ബന്ധു, കൈ പുറകിൽ കൈ ഫ്രണ്ടിൽ കൈ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണമാണ്, ആനയാണ് അണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് സ്കോർ ചെയ്തിട്ട് പോയി നമ്മുടെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന, അത് വേറെ ഒരു ഊള. ആ സിനിമയില് അങ്ങനത്തെ റെഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചുറ്റി കൊണ്ട് അടിച്ചാൽ ചാവും, ആ ആൾക്കാർ ചത്ത് കിടക്കുന്നത് ഇങ്ങനെ ബ്ലർ ചെയ്തൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. മാർക്കോയിൽ ബ്ലർ ചെയ്യാതെ കാണിച്ചു, അത്രേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ സിനിമ കാരണമാണ് എന്ന് പറയുന്നത് കുറെയൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയല്ല കാരണം. ഇതിനുള്ള കാരണം ഇന്റർനെറ്റാണ്. ഈ ഓപ്പൺ ഏജ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ ഇൻഫർമേഷൻ ഓഫ് ദ ടെക്നോളജി, അതാണ് സംഭവം. എല്ലാവർക്കും എല്ലാം അറിയണം, എല്ലാവരും എല്ലാം അറിയണം എന്നുള്ള സംഭവം വന്നപ്പോൾ ചില ബുദ്ധിയില്ലാത്ത മണ്ടന്മാര്, ഊളന്മാര് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അതൊക്കെ കണ്ടിട്ട് കാണിക്കും. ബാങ്ക് കൊള്ളയടിക്കുക, അത് മറ്റേ ഇന്റർനെറ്റിൽ കണ്ടു. മറ്റേ പെണ്ണുങ്ങൾ കുളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മറ്റേ സോപ്പ് ഡബയിലൊക്കെ ക്യാമറ വെക്കുക, അത് ഇന്റർനെറ്റിൽ കണ്ടു. ഇതൊക്കെ ഇന്റർനെറ്റ് വഴിയാണ്. ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇന്റർനെറ്റ് ഏജ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇത് ഒരു പുച്ഛം ഏജ് എന്ന് വേണേൽ പറയാം. എല്ലാവർക്കും എല്ലാത്തിനോട് പുച്ഛമാണ്. കാരണം എല്ലാവർക്കും എല്ലാം പറ്റും. ഞാൻ ആരാ മോൻ അറിയില്ലേ? ഞാൻ മറ്റേ മൊബൈല് നോക്കിയിട്ട് ഞാൻ എന്തും പറയും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു 10 വർഷം മുമ്പേ 15 വർഷം മുമ്പേ ഈ വീഡിയോ ഇടുന്നത് ഇമ്പോസിബിൾ ആണ്. ആ സമയത്ത് ഒരു ക്യാമറാമാൻ വേണം, ഒരു മറ്റേ ഇത് വേണം, അത് വേണം, നമ്മുടെ ഫേസ് ഒന്ന് ഇതിൽ കാണാൻ നമുക്കൊരു. പക്ഷെ എനിക്ക് സിനിമാക്കാരോട് പുച്ഛമൊന്നുമില്ല. സിനിമാക്കാരെന്ന് പറഞ്ഞ സിനിമയിൽ വരുന്ന സിനിമാക്കാരായതുകൊണ്ട് അവരെ പുച്ഛിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓരോ വ്യക്തികളെ നമ്മൾ പുച്ഛിക്കും. ഞാനിപ്പോ ജോജു ജോർജിനെ ഊളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തരീട സാബുവിനെ ഊളെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഊളകളാണ്. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ, മറ്റേ ശ്രീനാഥ് വാസി, ഇവരെയൊക്കെ ഞാൻ പേഴ്സണലായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്, ഇവരുടെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ്. പിന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്നാലും ഈ പൃഥ്വിരാജിനെ എനിക്ക് പുള്ളിയുടെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഈ ആൾക്കാരോടൊക്കെ ഒരു പുച്ഛം തോന്നാൻ ഒരു കാരണമുള്ളതുകൊണ്ടാണ്. അല്ലാതെ എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പുച്ഛം. ഈ തൊപ്പി എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അവൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു.
അതായത് ഒരു പയ്യൻ ഒരു പാട്ടുകാരനെ കളിയാക്കണം, എടാ മോനെ നിനക്ക് പറ്റില്ല കേട്ടോ, നീ പണി നിർത്തി പൊക്കോ. അപ്പൊ അത് കേട്ട് ചിരിക്കാൻ കുറെ അവന്റെ ഫാൻസ്, കുറെ മറ്റേ ചിരിയുടെ ഇമോജിയൊക്കെ ഇങ്ങനെ. അപ്പൊ എന്തുകൊണ്ടാണത്? അതായത് ഒരാളെ പുച്ഛിക്കുന്നത് കാണുന്നത് മറ്റൊരാൾക്ക് ഭയങ്കര ഒരു ഹരമാണ്. എൻ്റെ ഇതിൽ കുറെ കമന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ 5 ലൈക്കും 200 വ്യൂവും 5 ലൈക്കും 35 കമന്റും, അവനും ഞാനും പിന്നെ ഇവളും എന്ന് പറയുന്ന പോലത്തെ ഒരു ടൈറ്റിലാക്കി വേണേൽ കൊടുക്കാം. 500 വ്യൂവും 3 ലൈക്കും പിന്നെ 25 കമന്റും. അപ്പൊ ഇതിനകത്ത് കുറെ കമന്റ് അടിച്ചു കളഞ്ഞു. അത് 19 കമന്റ് ഉണ്ട്. കുറെ കമന്റ് യൂട്യൂബ് ഗൈഡ് ലൈൻസ് അടിച്ചു കളഞ്ഞു. പിന്നെ അല്ലാതെ കുറെ കമന്റ് ഉണ്ട്. അതിനകത്ത് പറയുന്നത് ഒരാള് വന്നിട്ട് പറയാണ്, ഇവൻ ഏതാ ഈ ഊള, ഇവൻ ഏതാ ഈ മരഊള, ഇവൻ ഏതാ ഈ തെണ്ടി, ഇവൻ ആരടാ. അതായത് ഇത് ചോദിക്കുന്നത് ഇതൊരു ഭയങ്കര ക്രെഡിറ്റാ. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ അങ്ങനെ ചോദിച്ച അമ്മ എന്നെ കണ്ടു, ഞാൻ അങ്ങനെ ചോദിച്ചു. അതായത് മറ്റൊരു സഹജീവി, നമ്മളെല്ലാം മനുഷ്യരാണ്. ഇപ്പൊ ഞാൻ മലയാളം പറയുന്നു, അപ്പൊ മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അവരുടെ ആ ഒരു ക്ലാനാണ്. ഇപ്പൊ മലയാളം എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആൾക്കാരെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ തമ്മിൽ അടിയാ. ഒരുത്തൻ ഒന്നും ചെയ്യാതെ തന്നെ അവനെ കുറിച്ച് തെറി പറയും. അപ്പൊ ഞാൻ മറ്റേ ഇവരെയൊക്കെ ഊളൻ മറ്റേന്നൊക്കെ പറഞ്ഞത് അവരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടാ. ഈ ജോജു എന്ന് പറയുന്ന ആള് കുറെ ആൾക്കാരെ വിളിച്ച് ഫോണിൽ തെറി വിളിക്കുന്നു, ഇത് ചെയ്യുന്നു. അതൊരു സ്ട്രാറ്റജി ആണെന്ന് തോന്നുന്നു പുള്ളി ഇടയ്ക്കിടയ്ക്കുണ്ട് പുള്ളിക്ക് ആ പരിപാടി. ഒരു പ്രാവശ്യമല്ലേ ഒരു തെറ്റ് ചെയ്യുള്ളൂ, അല്ലെ 2 പ്രാവശ്യം. ആൾക്ക് അത്യാവശ്യം ബുദ്ധിയുള്ള ആളാണല്ലോ എന്നാണല്ലോ പറയുന്നത്, കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ പിന്നെ കാണിക്കൂ. അപ്പൊ പിന്നെ ഊളം എന്നല്ലാതെ എന്താ പറയേണ്ടത്? മറ്റേ തരികിട സാബു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, തരികിട എന്ന് പറയുന്ന ആ ഊള പരിപാടി, പോയിട്ട് ആൾക്കാരെ ശല്യപ്പെടുത്തുക, ആ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പൊ വന്നിട്ട് പ്രൈവസിയെ കുറിച്ചും മറ്റേ സ്പേസിനെ കുറിച്ചും ഒക്കെ പറയാൻ. അപ്പൊ പിന്നെ ഊളെന്നല്ലാതെ. പിന്നെ പൃഥ്വിരാജിനെ ഞാൻ ചെറുതായിട്ട് ഒരു ഊളെന്ന് പറഞ്ഞില്ല, ഭയങ്കര ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുള്ളിയായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് പണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാണ്, ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് തെറിയാണ്. അല്ലെങ്കിൽ ലാലേട്ടനെ കുറിച്ച് അല്ലെ മമ്മൂക്കയെ കുറിച്ച് ഇവരുമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ലാത്ത ആള് വരെ തെറി പറയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് എൻ്റെ ഒരു ചോദ്യം. ഈ അഖിൽമാരാരും അയാൾക്കുണ്ട് ആ സോക്കേട്. ഭയങ്കര ഞാൻ ഭയങ്കര സംഭവമാണ്, മറ്റുള്ള പൂളന്മാരോ. ഇയാള് കൊണ്ട് മറ്റേ ഡുൽക്കറുമായിട്ട് ഒരു സെൽഫി എടുക്കാൻ പോയി, അങ്ങനെയൊക്കെ ഞാൻ പാടുപെട്ട് വന്നവനാണ് എന്നൊക്കെ. വരുന്ന ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിച്ചൂടെ? അത് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിലേ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറി തന്നെ പെടും. ഞാൻ ആ കാറ്റഗറി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെ ആയി പോകാൻ കാരണം സിനിമ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. സിനിമ മാത്രമല്ല, ഓൺലൈൻ മീഡിയ, ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനം കാരണമാണ്. അപ്പൊ എല്ലാ നല്ല സാധനങ്ങൾക്കും ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. അതാണ് ഇന്റർനെറ്റിന്റെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഒരു റോഡിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ അതൊരു ഫോട്ടോ എടുത്ത് വൈറലായി കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒന്ന് പേടിപ്പിച്ചാൽ തന്നെ വന്നിട്ട് കുഴി നികത്തിയിട്ട് പോകും. പണ്ടത്തെ കാലത്തെല്ലാം അതൊന്നും ഇല്ല. നമ്മുടെ 90s അതൊന്നും ഇല്ല. എല്ലാ കാലഘട്ടത്തിലും ഓരോ ശാപമുണ്ട്, എല്ലാ കാലഘട്ടത്തിലും ഓരോ നന്മയുണ്ട്. അപ്പോൾ നന്മ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക, ഈ ശാപം എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ ഇതില് ഓരോ ആൾക്കാർ എന്തൊക്കെ കാണുന്നുള്ളത് ഈ മറ്റേ സൈബർ പോലീസിന് കാണാൻ പറ്റും, ഇതാന്നൊക്കെ പറഞ്ഞ് തള്ളാറുണ്ട് ആൾക്കാർ. പക്ഷെ അവരങ്ങനെ പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട് അവരങ്ങനെ അതിൽ ഇൻവോൾവ് ചെയ്യാറില്ല. അങ്ങനെ ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഓരോ സ്ഥലത്തിൽ, അതായത് ഈ മറ്റേ നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു രാഷ്ട്രത്തിലെ ഒരു തലവനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ തന്നെ ചിന്തിച്ചിട്ട് ആരുമായിട്ടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, ചെറുതായിട്ട് സംസാരിച്ചാൽ നമ്മളെ പൊക്കും. ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അപ്പൊ ആ രാഷ്ട്രത്തലവനെ കുറിച്ച് നമ്മൾ ഇതിനൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പിടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്, ഈ സാധാരണ ആൾക്കാർ ഓരോ സ്ഥലത്ത് മറ്റേ മൊബൈലൊക്കെ വെച്ചിട്ട് അവർ എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്. IS എന്ന് പറയുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ പോലീസ് സ്റ്റേഷനിലുള്ളതാണ്. അവര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. പക്ഷെ അവർക്ക് അത്യാവശ്യം പണിയുണ്ട്. പിന്നെ അവരെന്ത് ചെയ്യും? ആ പണിയൊക്കെ ഒഴിവാക്കിയിട്ട്, കാരണം സർക്കാരിൻ്റെ അടുത്ത് കാശില്ല. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതെല്ലാം മറ്റേ ഒരു മിഷനറിക്കകത്തുള്ള സംഭവങ്ങളാണ്. അപ്പോൾ
കുതിര ഓടിക്കൊണ്ടേയിരിക്കും, പറി ആടിക്കൊണ്ടേയിരിക്കും എന്നൊരു ഇതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാലത്തിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. കുറേയൊക്കെ കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രമിക്കാം. എന്നാലും എവിടെയെങ്കിലൊക്കെ ഒരുത്തൻ ബസ്സിൽ ഒരു പെണ്ണിന് പുറകിൽ പോയി നിൽക്കുന്നുണ്ടാവും, ചില പ്രവർത്തികളൊക്കെ കാണിക്കുന്നുണ്ടാവും. പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാട്ടിലും ഭയങ്കര സംഭവം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും ഈ വക സാഹചര്യങ്ങളിലൊക്കെ അവർക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട്. പിന്നെ പെണ്ണ് ഒരു ഇരയാണ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിലും ഓരോ ഇതിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതൊക്കെ കാണുക, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഇപ്പൊ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ചുമ്മാ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചോണ്ട് ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് രണ്ടെണ്ണം വന്നിട്ട് വാണപരിപാടി കാണിച്ചിട്ട് പോകും. ഞാനടാ, ഓ ഭയങ്കര തമാശ, ഓ ശ്ശോ, ഭയങ്കര